ഹലോ എവരിവൺ, നമ്മളിന്ന് പറയാൻ പോകുന്നത് RRBയുടെ ഒരു നോട്ടിഫിക്കേഷൻ ആണ്. RRB വിളിച്ചത് ഏകദേശം കഴിഞ്ഞ മാസം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ മെയ് മാസം 11 വരെയാണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും 18 വയസ്സ് കഴിഞ്ഞ ആർക്കും എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 18 വയസ്സ് കഴിഞ്ഞ പിള്ളേർ ITO അതുപോലെ തന്നെ +2 കഴിഞ്ഞിട്ട് ITI അല്ലെങ്കിൽ പോളി ഡിപ്ലോമ ഒക്കെ എടുത്ത് ഒരു എഞ്ചിനീയറിംഗ് ബേസിക്സ് ഉള്ള ആൾക്കാർക്കാണ് അത് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക, ഏജ് ഗ്രൂപ്പ് അത് 18 മുതൽ 30 വരെയാണ്. പിന്നെ ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, നിങ്ങൾ എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള മൊത്തം ഡീറ്റെയിൽസ് അത് സിലബസ് വൈസ് ഓരോ ബേസിന്റെയും ഓരോ സെക്ഷൻ എക്സാംസിന്റെയും ഡീറ്റെയിൽഡ് സിലബസ് നമ്മളിവിടെ പറയുന്നുണ്ട്. അപ്ലൈ ചെയ്യേണ്ട ഒരു നോട്ടിഫിക്കേഷൻ മാത്രമായിട്ടല്ല നമ്മൾ വന്നിരിക്കുന്നത്. അറിയാത്ത ആൾക്കാർക്ക് ഇതൊരു എങ്ങനെ അപ്ലൈ ചെയ്യണം, ഫീസ് എന്താണെന്ന് മാത്രം നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ എക്സാംസിനെ കുറിച്ച് പിന്നെ നമ്മൾ ഇതിന്റെ കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക്, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് 1 ആയിക്കോട്ടെ 2 ആയിക്കോട്ടെ, നിങ്ങൾ എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം വിത്ത് RRBയിൽ ഓൾറെഡി ഈ എക്സാം ക്രാക്ക് ചെയ്ത ആൾക്കാരെ വെച്ചിട്ട് തന്നെ നമ്മൾ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോസിൽ നോക്കാം. ഓക്കെ, ആദ്യം നോക്കടാ, ഇൻട്രൊഡക്ഷൻ നോക്കാം. ആദ്യം എന്താണ് RRB നോക്കാം. RRB എന്ന് പറയുന്നത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ്. നമുക്ക് PSC SSC പോലെ തന്നെ റെയിൽവേയുടെ റിക്രൂട്ട്മെന്റ് ബോർഡാണ് എന്ന് പറയുന്നത് RRB എന്ന് പറയുന്നത്. മിനിസ്ട്രി ഓഫ് റെയിൽവേയുടെ കീഴിൽ വരുന്ന ഒരു ഗവൺമെന്റ് ബോർഡ് തന്നെയാണ് ഇതും. അതുപോലെ തന്നെ ഇവരാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ റെയിൽവേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത്. അതായത് നമുക്ക് PSC അറിയാം, പബ്ലിക് സർവീസ് കമ്മീഷൻ, കേരള PSC അല്ലെ, KPSC ആണ് എന്ത് ചെയ്യുന്നത്, PSC കേരള ഗവൺമെന്റിൽ വേണ്ട സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുന്നത്. അതേപോലെ RRB ആണ് വരുന്നത് ഇന്ത്യൻ റെയിൽവേയിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത്. ഓക്കെ, RRBക്ക് ധാരാളം ബ്രാഞ്ചസ് ഉണ്ട്. ദാറ്റ് മീൻസ് നോക്കടാ, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ഈ പറയുന്നത്, അതുപോലെ ടെക്നീഷ്യൻ, ഗ്രൂപ്പ് ഡിയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അതും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നമുക്ക് ചെയ്യാൻ സമയം കിട്ടിയില്ല. വേണമെങ്കിൽ ഗ്രൂപ്പ് ഡി നിങ്ങൾ ഇതിന്റെ താഴെ പറയുകയാണെങ്കിൽ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വിത്ത് സിലബസ് നമുക്ക് ചെയ്യാം. NTPC ഒക്കെ എന്താണ് ഇതിന് വരുന്ന എക്സാംസിന് ഉദാഹരണമാണ്. ഇനി എന്താണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, നോക്കണം. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ഇസ് എ പേഴ്സൺ ഹു ഹെൽപ്സ് ദ ലോക്കോ പൈലറ്റ് ഇൻ ഓപ്പറേറ്റിംഗ് എ ട്രെയിൻ. അതായത് ഒന്നുമില്ല, ട്രെയിൻ ഓടിക്കുന്ന ആൾക്കാർ നമ്മൾ പൈലറ്റ് എന്ന് പറയില്ലേ, അപ്പോൾ അവർ അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എക്സാം എഴുതി നേരെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയിരിക്കും കയറിയിട്ടുണ്ടാവുക. ഇതിന് വേണ്ട ക്രൈറ്റീരിയാസ്, ഏജ് എന്ന് പറഞ്ഞാൽ 18 വയസ്സായ ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് വിത്ത് സെർട്ടൈൻ സ്റ്റഡി ഗ്രൂപ്പ്സ് കേട്ടോ. ഓക്കെ, അസിസ്റ്റ് ദ പൈലറ്റ് വൈൽ ഡ്രൈവിംഗ് ഇൻ ട്രെയിൻ സേഫ്ലി, അതായത് ട്രെയിൻ സേഫ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പൈലറ്റിനെ അസിസ്റ്റ് ചെയ്യാനും, അതേപോലെ വാച്ച് സിഗ്നൽസ്, നിങ്ങൾ പോകുന്ന സമയത്ത് ട്രെയിനിന്റെ സിഗ്നൽസ് കണ്ടിട്ടുണ്ടാവും, അത് മനസ്സിലാക്കാനും, അതുപോലെ തന്നെ ട്രാക്ക് നോക്കി സേഫ് അല്ലേ എന്നൊക്കെ കണ്ടെത്തുന്നൊക്കെ ആരാണ്, ഈ ALP ആയിരിക്കും, അത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്സ് ആയിരിക്കും. ഓക്കെ, ഇനി ചെക്ക് ദ ആൻഡ് മെയിൻറ്റെയിൻ ട്രെയിൻ എക്യുപ്മെന്റ്. ട്രെയിനിന്റെ എക്യുപ്മെന്റ്, ട്രെയിൻ എടുക്കുന്നതിന് മുമ്പൊക്കെ ഒരാൾ പോയിട്ട് ട്രെയിനിന്റെ ഭാഗങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എല്ലാം പെർഫെക്റ്റ് അല്ലേ എന്നൊക്കെ. എടുക്കുന്നതിന് മുമ്പ് നേരത്തെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി നോക്കിയാൽ മതി. അപ്പൊ അതൊക്കെ നടത്തുന്ന ALPകളാണ്. പിന്നെ ഹാൻഡിൽ മൈനർ ടെക്നിക്കൽ ഇഷ്യൂസ് ഡ്യൂറിങ് ട്രാവലിംഗ് ടൈമിൽ വരുന്ന ചെറിയ മൈനർ ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ ആരെ കൊണ്ട് ശരിയാക്കാൻ പറ്റും, നമ്മുടെ ALP ഓഫീസേഴ്സിനെ കൊണ്ട് റെഡിയാക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതാണ് ALP എന്ന് പറഞ്ഞ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ നമുക്ക് പറയാനുള്ളത്. നമുക്ക് നേരെ ഇതിലേക്ക് പോവാം. അപ്പൊ അപ്ലിക്കേഷൻ തുടങ്ങിയത് 12/4/25 ഇനി നമ്മൾ RRB അതുപോലെ തന്നെ എല്ലാത്തിന്റെയും ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് തരും. ഓക്കെ, അഫ്കാറ്റ് വിളിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ എയർഫോഴ്സിന് മ്യൂസീഷ്യൻ വിളിച്ചിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് ഒക്കെ ഇട്ട് തരുന്നുണ്ടോ. മ്യൂസീഷ്യൻ നമ്മൾ ചെയ്യേണ്ടെന്ന് കരുതിയതാണ്. അപ്പൊ നിങ്ങൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഓരോന്നും വന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇനി എല്ലാ നോട്ടിഫിക്കേഷനും പ്രോപ്പർ ആയിട്ട് തരാം കേട്ടോ. ഇനി ലാസ്റ്റ് ഡേറ്റ് ഫോർ അപ്ലൈ എന്ന് പറയുന്നത് 11/5/25 അതായത് മെയ് 11 മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. എല്ലാവരും ഓൾമോസ്റ്റ് അപ്ലൈ ചെയ്തു എന്ന് അറിയാം. അപ്പോ എന്നാൽ ഈ വീഡിയോ മുഴുവൻ കാണണേ. എക്സാം അടയ്ക്കേണ്ടത് 13-ാം തീയതി വൈകുന്നേരത്തിന് മുമ്പാണ്. ഇനി കറക്ഷൻ ഓർ മോഡിഫിക്കേഷൻ വരുന്നത് 14 മുതൽ 23 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെന്തെങ്കിലും തെറ്റുകളോ അപ്ലൈ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുകളോ മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താനുള്ള അത് കറക്ഷൻ ഡേറ്റ് ആണ് കേട്ടോ. എക്സാം ഡേറ്റ് പറഞ്ഞിരിക്കുന്ന ഒരു ടൈം പീരീഡിൽ തന്നെ വരും. അഡ്മിറ്റ് കാർഡ് എന്ത് ചെയ്യുന്നതാണ് വരുന്ന ഡേറ്റ് പറയുന്നതാണ് കേട്ടോ. ഇനി അപ്ലിക്കേഷൻ ഫീ വരുന്നത് ജനറൽ OBC അതുപോലെ EWS വരുന്നത് 500 രൂപയാണ്. SC ST ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആൾക്കാർക്ക് 250 രൂപയാണ് വരുന്നത്. ഫീമെയിൽസിന് 250 രൂപയാണ് വരുന്നത്. നിങ്ങൾ സ്റ്റേജ് എക്സാമിന് അപ്പിയർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് 400 രൂപ റീഫണ്ട് കിട്ടുന്നതാണ് കേട്ടോ. പെൺകുട്ടികളും ആൺകുട്ടികളും അതേപോലെ SC STക്കൊക്കെ 250 രൂപയും റീഫണ്ട് കിട്ടുന്നതാണ് കേട്ടോ. ഇനി ഏത് എക്സാമിനേഷൻ ഫീ ത്രൂ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. വേക്കൻസീസ് വന്നിരിക്കുന്നത് 9970 വേക്കൻസീസ് ആണ്. കഴിഞ്ഞ വർഷം ഇതേപോലെ വന്നിട്ട് പിന്നെയും അത് ഏകദേശം 18,000-ഓളം വേക്കൻസീസ് ആയിട്ട് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാം, മാക്സിമം നിങ്ങൾ അപ്ലൈ ചെയ്യാം. കഴിഞ്ഞ വർഷമൊക്കെ വേക്കൻസീസ് നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ അടിച്ച് നോക്കിയാൽ മതി. കഴിഞ്ഞ വർഷം വേക്കൻസി അപ്ഗ്രേഡ് ആയി നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് സാലറി നോക്കാം.
എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് സാലറി എന്നുള്ളത്. എടാ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗൂഗിളിലൊക്കെ അടിച്ചു 19,900 ആവും നിങ്ങൾ സാലറി ആയിട്ട് ഉണ്ടാവുക. ഇനി ഗ്രേഡ് പേ എന്ന് പറഞ്ഞിട്ട് അതിന്റെ പ്ലസ് ഒരു അലവൻസ് ഭയങ്കരമാണ് ഈ മേഖലയിൽ കേട്ടോ. അലവൻസ് നന്നായിട്ടുണ്ട്. അത് സാലറിനേക്കാളും കൂടുതൽ അലവൻസ് കിട്ടുന്നുള്ളതാണ്. ഓക്കെ, സാലറിനേക്കാൾ കൂടുതലൊന്നുമില്ല, ഏകദേശം സാലറി ആ ഒരു ലെവലിൽ കിട്ടും. ഓക്കെ, പിന്നെ DNS അലവൻസ് എന്ന ഒരു അലവൻസ് ഉണ്ട്, ഏകദേശം 10,752 രൂപ അത് കിട്ടും. ഹൗസ് റെന്റ് അലവൻസ് 1,005 രൂപ കിട്ടും. ഇനി ട്രാൻസ്പോർട്ട് അലവൻസ് 828 രൂപ കിട്ടും. നൈറ്റ് ഡ്യൂട്ടിക്ക് 357 പ്ലസ് കിട്ടും. റണ്ണിങ് അലവൻസ് നിങ്ങൾക്ക് 6,050 രൂപ കിട്ടും. ഇനി മൊത്തം ഗ്രോസ് പേ 26,752 കിട്ടും കേട്ടോ. ഇനി ഒരു റിഡക്ഷൻ ഉണ്ടാവും, 1,848 രൂപ കുറയും. അങ്ങനെ നെറ്റ് സാലറി 24,904 രൂപ നിങ്ങൾക്ക് എന്ത് കിട്ടും, അതായത് 25,000 രൂപ അറൗണ്ട് നിങ്ങൾക്ക് കൈ കിട്ടും. ഈ 19,900 സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ. ഇനി അതുമല്ല, നോക്കിക്കോ, സാലറി റേഞ്ച് നിങ്ങൾ കയറുന്നത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ഒക്കെ ആയിട്ടായിരിക്കും. എന്നാൽ അത് നിങ്ങൾ സ്ഥിരം പോസ്റ്റ് ഒന്നല്ല. കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് 25,000 മുതൽ 30,000 കാണിക്കുന്നുണ്ടോ, അലവൻസ് എല്ലാം കൂടെ കൂട്ടിയിട്ടാണ്. പിന്നെ നേരെ ലോക്കോ പൈലറ്റിലേക്ക് നിങ്ങൾക്ക് ഒരു 4 വർഷത്തെ എക്സ്പീരിയൻസ് എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ ലോക്കോ പൈലറ്റ് ആവും. അതിന് കയറി കഴിഞ്ഞാൽ, അത് മെയിലിൽ കയറി കഴിഞ്ഞാൽ 60,000 മുതൽ 78,000 വരെ കിട്ടും. ഗുഡ്സ് ഉണ്ട്, ചരക്ക് കൊണ്ടുപോകണം അല്ലെ, അതിൽ 40,000 മുതൽ 56,000 വരെ കിട്ടും. ഇനി ലോക്കോ പൈലറ്റ് പാസഞ്ചർ ഉണ്ട്, 50,000 മുതൽ 66,000 വരെ കിട്ടും. ഇനി ഷണ്ണിങ് ലോക്കോ പൈലറ്റ് ഉണ്ട്, 28,000 മുതൽ 38,000 വരെ കിട്ടും. ലോക്കോ പൈലറ്റ് ഹൈ സ്പീഡ് കയറി കഴിഞ്ഞാൽ 77,000 മുതൽ 88,000 വരെ കിട്ടും. ഇനി അതിനുശേഷം സീനിയർ സെക്ഷൻ എഞ്ചിനീയർ ആയ 17,140. അതുപോലെ തന്നെ ട്രാഫിക് അപ്രന്റീസിന് 13,500. ടെക്നീഷ്യൻ ഗ്രേഡ് 2ന് 9,10. ടെക്നീഷ്യൻ ഗ്രേഡ് 3 7,730. ഇതൊക്കെ നമ്മൾ ലോക്കോ പൈലറ്റിലല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നാണ് കേട്ടോ. ഈ ഗ്രേഡ്സിന് ഇങ്ങനെ ഉണ്ട് എന്ന് ഇതിൽ തന്നെ പറഞ്ഞിട്ടതാണ് കേട്ടോ. ഇനി അടുത്ത് നോക്കണം, എലിജിബിലിറ്റിയും കാര്യങ്ങളും നമുക്ക് നോക്കാം. ഇവിടെ എലിജിബിലിറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ, എൻറ്റയർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, ശരിക്കും നോക്കുക. ക്ലാസ് 10ന് മെട്രിക് പ്ലസ് ITI ആണ്. ഞാൻ നമ്മളെ പിള്ളേരോട് കുറെ പേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 10ാം ക്ലാസ് കഴിഞ്ഞ പിള്ളേരോട് പറഞ്ഞ, പ്രത്യേകിച്ച് +2 കഴിഞ്ഞ പിള്ളേരോടൊക്കെ, 10 കഴിഞ്ഞ് +2 എടുത്തതിന് ശേഷം എന്താ ചെയ്യേണ്ടത് ചോദിക്കുമ്പോൾ പറയുന്നതാണ്, നിങ്ങൾ ഈ ഒരു കോമ്പറ്റേറ്റീവ് ലെവൽ എക്സാംസിന് പ്രിഫർ ചെയ്യുകയാണെങ്കിൽ നേരെ പോയിട്ട് ITI എടുക്കാൻ പറയുന്നത് എന്തിനാന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതായത് ITI ചിലത് എടുത്തു കഴിഞ്ഞാൽ NCT നാഷണൽ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ വൊക്കേഷണൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മതി കേട്ടോ. ഇനി നോക്കിക്കോ, ഫിറ്റർ ആണെങ്കിൽ ശരി, ഇലക്ട്രീഷ്യൻ ITI ട്രേഡ്സ് ആണ് പറയുന്നത്. ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെന്റ് മെക്കാനിക്, മിൽറൈറ്റ് ഓർ മെയിൻ്റെനൻസ് മെക്കാനിക് റേഡിയോ ആൻഡ് TV, ഇലക്ട്രോണിക്സ് മെക്കാനിക്സ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, വയർമാൻ, ട്രാക്ടർ മെക്കാനിക്, അർമേച്ചർ കോയിൽ വൈൻഡർ, അതുപോലെ തന്നെ മെക്കാനിക് ഡീസൽ, ഹീറ്റ് എഞ്ചിൻ, ടേണർ, മെഷീനിസ്റ്റ്, റെഫ്രിജറേഷൻ എയർ കണ്ടീഷൻ മെക്കാനിക്, അത് AC മെക്കാനിക് ഒക്കെ പഠിച്ച പിള്ളേർക്കൊക്കെ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. 10 പാസ്സായിരിക്കണം, അതിന്റെ കൂടെ ഈ ITI ട്രേഡുകൾ ഉണ്ടാവണം കേട്ടോ. ഇനി 10 പാസ്സായി ഡിപ്ലോമ എടുത്ത ആൾക്കാർ, അത് പോളി ഒക്കെ പഠിച്ച പിള്ളേര്, ഏതെങ്കിലും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഒരു കോമ്പിനേഷൻ ഓഫ് ഡിസിപ്ലിൻസ്, ഇത് ഏതെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ 10 ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി BE അല്ലെങ്കിൽ BTech പഠിച്ച പിള്ളേർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചവർക്ക് ഇതാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് 10 ITI ഉണ്ടെങ്കിലും 10 ഡിപ്ലോമ ഉണ്ടെങ്കിലും അതേപോലെ തന്നെ BTech ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് മക്കളെ, എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒരു പാറ്റേൺ ഉണ്ട്, ആ പാറ്റേണിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നേ ഉള്ളൂ. ഇനി ഇതിന്റെ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇതിന്റെ ബേസിക് ക്ലാസ്സുകളും കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി ഗ്രേഡ് 2ന്റെ ടെക്നിക്കലിന് പ്രോപ്പർ ക്ലാസ്സുകൾ, നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് എഞ്ചിനീയേഴ്സ് തന്നെ ഉണ്ട് നമ്മളെ കൂട്ടത്തില്. അപ്പൊ അവർ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് പഠിപ്പിച്ചു തരുന്നതാണ്, ട്രേഡിന്റെ കാര്യങ്ങൾ മൊത്തമായിട്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, താഴെ നമ്മൾ നമ്പർ പോകുന്നുണ്ട്, ജസ്റ്റ് നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കും ടെലഗ്രാം ഗ്രൂപ്പിലേക്കും ജോയിൻ ചെയ്യാം. ക്ലാസ് തുടങ്ങുന്ന ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് പോസ്റ്റുകൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഓരോ RRBയുടെ നെയിം ഉണ്ട്, അവിടെ റിസർവേഷൻ എത്രയാണ്, EWS എത്രയാണ്, OBC SC ST അങ്ങനെ മൊത്തത്തിലുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓവറോൾ പറഞ്ഞു, നമുക്ക് നിയറസ്റ്റ് ആയ ഏരിയകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പൊ കൊൽക്കട്ട നോക്കണം, കൊൽക്കട്ട ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ്. പിന്നെ നിങ്ങൾ കൊൽക്കട്ട അതുപോലെ തന്നെ മുംബൈ ഏരിയ നോക്കുന്ന ആൾക്കാർ, മുംബൈയിലൊക്കെ നല്ല കോമ്പറ്റീഷൻ വരുന്ന റീജിയൻ ആണ്. കുറെ വേക്കൻസി ഉണ്ട്, തൊട്ട് പോയി അപ്ലൈ ചെയ്യരുത്. ചില ഏരിയയിലൊക്കെ മുംബൈയിലൊക്കെ നല്ല കോമ്പറ്റീഷൻ വരുന്നതാണ്, മുംബൈ ഡൽഹിയിലൊക്കെ. ഓക്കെ, നമുക്ക് തിരുവനന്തപുരം SR നോക്കണം, 148 വേക്കൻസികളാണ് നമുക്ക് തിരുവനന്തപുരത്ത് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ അവിടെ അപ്ലൈ ചെയ്യാം. അതുപോലെ നമ്മൾ തൊട്ട് എടുത്ത് നോക്കണം. പിന്നെ ദൂരത്ത് പോയി ട്രാവൽ ചെയ്യാനുള്ള എക്സാം എഴുതാൻ പറ്റുന്നവർക്കൊക്കെ അവിടേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് ചെന്നൈ ഉണ്ട്, ചെന്നൈ നോക്കണം, 362 വേക്കൻസി ഉണ്ട്, അപ്ലൈ ചെയ്തോളൂ കേട്ടോ. ഇനി അതേപോലെ തന്നെ കർണാടക എവിടെ ഉണ്ടായിരുന്നു നോക്കുക, കൊൽക്കട്ട ഉണ്ട്, കർണാടക എവിടെ ഉണ്ടായിരുന്നു, അവിടേക്ക് എന്ത് ചെയ്യാം, ബാംഗ്ലൂർ ഉണ്ട് കേട്ടോ. ബാംഗ്ലൂര്
വേക്കൻസികൾ വന്നിട്ടില്ല, വേക്കൻസികൾ പ്രോപ്പറായിട്ട് വിട്ടിട്ടില്ല. ഓക്കെ, പോട്ടെ. അപ്പൊ മൊത്തത്തിൽ നിങ്ങൾ നോക്കുക, ഇത് ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടാം. ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഡീറ്റെയിൽ ആയിട്ട് നോക്കാവുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യാം, ഈ വേക്കൻസികൾ അനുസരിച്ച് നല്ല വേക്കൻസികളോട് എന്തായാലും അപ്ലൈ ചെയ്യാം. തൊട്ടടുത്തൊക്കെയാണ്, ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് ഓൾ ഇന്ത്യ ട്രിപ്പ് ഒക്കെ അടിച്ചിട്ട് ഇത് എക്സാം എഴുതിയിട്ട് അവിടെ നിന്ന് കറങ്ങിയിട്ടൊക്കെ പോരും കേട്ടോ. ഇനി അടുത്ത് നോക്കടാ, ഏജ് ലിമിറ്റ്. ഏജ് ലിമിറ്റ് അവസാനം 1/7/2025 വെച്ചിട്ടാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. അൺറിസർവ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, അതായത് 18 വയസ്സിനും 30 വയസ്സിനും ആയിരിക്കണം നിങ്ങൾ 1/7/2025 വരേണ്ടത്. 18 വയസ്സിൽ താഴെ ആവാൻ പാടില്ല, 30 വയസ്സിൽ മേലെ ആവാൻ പാടില്ല. അതായത് ആലോചിച്ച് നോക്കുക, നമ്മുടെ പിള്ളേരുണ്ട്, കുറെ പേരുണ്ട് 18 വയസ്സായിട്ട് എന്ത് ചെയ്യണം എന്നറിയാം, RRB വെറുതെ ഒന്ന് പോയിട്ട് 100 രൂപ എക്സാം ആവുള്ളൂ, 400 രൂപ തിരിച്ചിട്ടും. വെറുതെ തിരുവനന്തപുരത്തൊക്കെ ആയിരുന്നു സെന്ററൊക്കെ വരിക, നിങ്ങളൊന്ന് പോയിട്ട് എഴുതി നോക്കുക കേട്ടോ. ഒന്ന് വേണമെന്ന് വെച്ചാൽ പഠിച്ച് എഴുതാന്ന് പിള്ളേർക്ക് കിട്ടുന്നേ ഉള്ളതൊക്കെ. ഇനി അൺറിസർവ്ഡ് നോക്കണം, 18 മുതൽ 30 വയസ്സ് വരെയാണ് ആസ് പെർ ഏജ് ലിമിറ്റ് ഉണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് നോക്കണം, 2/7/1995 1/7/2007 ഇടയ്ക്ക് ജനിച്ച ആൾക്കാർക്ക് ഇത് അപ്ലൈ ആവുന്നതാണ്. ഇനി OBC NC നോക്കണം, 18 മുതൽ 30 വയസ്സ് തന്നെ 2/7/92 1/7/2007 ഇടയ്ക്ക് ജനിച്ച ആൾക്കാർക്ക് ഇവിടെ 3 years ഏജ് റിലാക്സേഷൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി SC/ST ആണെങ്കിൽ 18 മുതൽ 30 വയസ്സ് തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. 2/7/1990 മുതൽ 1/7/2007 വരെ. അതായത് അപ്പർ ഏജ് ലിമിറ്റ് കൂട്ടിയിട്ടുണ്ടെങ്കിലും മിനിമം ഏജ് ലിമിറ്റ് എത്രയാണ് വരുന്നത്, 18 വയസ്സാണ് വരുന്നത് കേട്ടോ, അത് മറക്കരുത്. ഇനി ഓൾ കാൻഡിഡേറ്റ് ജനറൽ ആണെങ്കിൽ വരുന്നെങ്കിൽ 2/7/95 അതേപോലെ തന്നെ നോക്കണം 1/7/2007 ഇടയിലാണ് ജനറൽ കാൻഡിഡേറ്റ്സിന് വരുന്നത് കേട്ടോ. അപ്പൊ എടാ, ഏജ് കൂടിയ ആൾക്കാരെ PSC കുറെ കാലമായിട്ട് കിടന്ന് മെനക്കെടുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നേ പറയുള്ളൂ, ഈ വീഡിയോ കാണുന്നത് 11-ാം തീയതിക്ക് മുമ്പായിട്ടാണെങ്കിൽ നേരെ പോവാ, അപ്ലൈ ചെയ്യാം. ഒന്നും നോക്കണ്ട, അപ്ലൈ ചെയ്തോളാം. ഒന്നും മെനക്കെട്ടിരുന്ന വെച്ചാൽ PSC പഠിക്കുന്ന പോലെ ആ ഒരു കുറെ കണ്ടന്റ് ഒക്കെ തന്നെയാണ്, അതിനേക്കാളും കുറച്ചും കൂടി നാഷണൽ ലെവൽ കണ്ടന്റ് ആണ് ഇവിടെ വരികയെന്നേ ഉള്ളൂ. PSCക്ക് 3 വർഷം ഇരുന്ന് പഠിച്ച ആൾക്കാർക്ക് ഇത് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പഠിച്ച് പാസ്സാവുക കേട്ടോ. വെറുതെ PSCക്ക് ഇരുന്ന് കുറെ ടൈമിന് കളയരുത്. ഇനി ഏജ് റിലാക്സേഷൻ അപ്പോൾ SC/STക്ക് 5 വർഷം ഉണ്ട്, OBCക്ക് 3 വർഷം ഉണ്ട്. നെക്സ്റ്റ് സർവീസ്മാൻ 6 മാസത്തേക്കാൾ സർവീസ് ഉണ്ടെങ്കിൽ നോക്കി സർവീസ് പ്ലസ് 3 years ഉണ്ട്. പിന്നെ PWD എന്തുണ്ട്, 10 വർഷത്തുണ്ട്. ഓക്കെ, അത് ഓരോ കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറി ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം പോയിട്ട് ഇത് നോക്കുക. നമ്മളോട് ഒരു ഓവറോൾ കാറ്റഗറിയാണ് പറഞ്ഞുള്ളത്. നിങ്ങൾ PWD കാറ്റഗറി ഒക്കെ ആണെങ്കിൽ പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റീസ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. PWD എന്ന് പറഞ്ഞാൽ അതൊക്കെ ആണെങ്കിൽ പോയിട്ട് എന്ത് ചെയ്യുക, 10 years പ്ലസ് ഒക്കെ നിങ്ങൾക്ക് എന്തുണ്ട്, ഏജ് റിലാക്സേഷൻ ഉണ്ട് കേട്ടോ. ഇനി ഫിസിക്കൽ ആൻഡ് മെഡിക്കൽ നോക്കണം, റിക്വയർമെന്റ് നോക്ക്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് A1 ആണ് വേണ്ടത്, അതായത് നല്ല പ്രോപ്പർ ആയിട്ടുള്ള കാറ്റഗറി A1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എല്ലാം പ്രോപ്പർ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഫിറ്റ് ഇൻ ഓൾ സ്റ്റാൻഡേർഡ്, ദാറ്റ് മീൻസ് വിഷൻ 6/6 ആയിരിക്കണം, 2 കണ്ണും. അതായത് ഗ്ലാസസ് വിത്ത് ഫോഗിങ് ടെസ്റ്റ് മസ്റ്റ് നോട്ട് അക്സെപ്റ്റ് +2D. അതായത് നിങ്ങൾക്ക് എന്ത് ഗ്ലാസസ് ഉപയോഗിക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ഗ്ലാസസ് ഉണ്ടെങ്കിൽ തന്നെ വിത്തൗട്ട് ഫോഗിങ് ടെസ്റ്റ്, അങ്ങനെ കുറെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പോയി ചെയ്ത് നോക്കാം. ഓക്കെ, ഗ്ലാസ്സിലുള്ള ആൾക്കാർ നിയർ വിഷൻ നോക്കണം, 0.6 to 0.6 വേണം വിത്തൗട്ട് ഗ്ലാസസ്. മസ്റ്റ് പാസ് ടെസ്റ്റ് ഫോർ കളർ വിഷൻ, ബൈനോക്കുലർ വിഷൻ, ഫീൽഡ് ഓഫ് വിഷൻ, നൈറ്റ് വിഷൻ, മീസോപിക് വിഷൻ. ഇതൊക്കെ എന്ത് ചെയ്യണം, ട്രെയിൻ ഓടിക്കാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ പ്രോപ്പർ ആയിട്ട് വിഷന്റെ ടെസ്റ്റുകളെല്ലാം നടത്തുന്ന ചുരുക്കം. അതായത് ഇവിടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, നിങ്ങൾ ലേസർ അതേപോലെ ലാസിക് സർജറികൾ ചെയ്തിട്ട് ചെന്ന് കഴിഞ്ഞാലും നിങ്ങൾ എന്തായിരിക്കും, A1 മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ പെടില്ല, നിങ്ങൾ പുറത്താക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ലേസർ ചെയ്ത ആൾക്കാർ എന്ത് ചെയ്യണ്ട, ഇതിലേക്ക് വല്ലാണ്ട് നോക്കണ്ടെന്ന് ചുരുക്കം. ജസ്റ്റ് ഒന്ന് പ്രോപ്പറായിട്ട് കണ്ണിന് ടെസ്റ്റ് ഒക്കെ ചെയ്തൊക്കെ ഇതിന്റെ ഉള്ളിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി റിക്രൂട്ട്മെന്റ് ബേസിക് സെലക്ഷൻ പ്രോസസ് നോക്കണം. നിങ്ങൾക്ക് വരുന്നത് ഫസ്റ്റ് സ്റ്റേജിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1 വരുന്നുണ്ട്, സെക്കൻഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം 2 വരുന്നുണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞ ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. സെക്കൻഡ് ബാക്കിയുള്ള ടെസ്റ്റുകളിലേക്ക് നിങ്ങൾ അപ്ലോഡ് ആണോ അല്ലെന്നൊരു എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. അതിന്റെ എല്ലാത്തിന്റെയും ഡീറ്റെയിൽഡ് സിലബസ് ആണ് നമ്മളിവിടെ പറയും കേട്ടോ. കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റ്യൂഡ് ടെസ്റ്റ് വരുന്നുണ്ട്, അതായത് ആപ്റ്റിറ്റ്യൂഡ്, നിങ്ങളെ ഈ മേഖലയിൽ നിങ്ങൾ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, നോളജ് ഉണ്ടോ എന്നൊക്കെ നോക്കുന്ന ഒരു എക്സാം ആണത്. പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ ആണ് വരുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് നോക്കണം, ഒരു 60 മിനിറ്റിന്റെ CBT എക്സാം ആണ് വരുന്നത്. 60 മിനിറ്റ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഇവിടെ 75 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, കവറിംഗ് മാത്സ്, റീസണിങ്, ജനറൽ സയൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഓരോ +1 മാർക്ക് ഉണ്ടാവും. 1/3 0.25 വെച്ച് കുറയും, അത് 1/3 വെച്ച് കുറയും കേട്ടോ. ഓക്കെ, ഇനി ഇൻകറക്റ്റിന് അതിന്റെ 1/3 വെച്ച് കുറയും. മിനിമം പാസിംഗ് പെർസെന്റേജ് നോക്കണം, 40% ഈ അൺറിസർവ്ഡ് അല്ലെങ്കിൽ EWS വരുന്നത്. അതേപോലെ OBC SC കാറ്റഗറിക്ക് വരുന്നത് 30%, STക്ക് 25% പാസിംഗ് പെർസെന്റേജ് വരുന്നത് കേട്ടോ. ഈ പാസിംഗ് പെർസെന്റേജ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്നാണ്, താഴത്തെ എക്സാം, അടുത്ത സെക്കൻഡ് എക്സാമിലേക്ക് പോകണം കേട്ടോ. ഇതെന്ത് ചെയ്യാണ്, ജസ്റ്റ് ക്വാളിഫൈ മാത്രം ചെയ്യുന്ന എക്സാം ആണ്. അതായത്
നിങ്ങളെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 2 ക്വാളിഫൈ ചെയ്യുന്ന ഒരു എക്സാം ആണ് ഇവിടെ നടത്തുന്നതെന്ന് ചുരുക്കം. അതായത് ആലോചിച്ച് നോക്കുക, ഈ നിലവിലുള്ള പോസ്റ്റിന്റെ ഒരു 15 മടങ്ങ് അല്ലെങ്കിൽ 10 മടങ്ങൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, 15 മടങ്ങോളം എന്ത് ചെയ്യും, ഇവിടുന്ന് ആൾക്കാരെ പാസ്സാക്കി സെലക്ട് ചെയ്യുക. അതിനനുസരിച്ച് ചെറിയ മെറിറ്റ് ലിസ്റ്റിൽ ചെറിയ കുറച്ച് മാറ്റങ്ങളും വരുത്തവര്. 3% ഒക്കെ കിട്ടി. പിന്നെ ആലോചിച്ചോടാം, 40% എന്നൊക്കെ പറഞ്ഞാൽ വലിയ പണിയൊന്നുമില്ല. സ്റ്റേജ് 2 പോകാൻ വലിയ പണിയൊന്നുമില്ല എന്ന് ചുരുക്കം. നമുക്ക് സ്റ്റേജ് 1 ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, എന്നിട്ട് സ്റ്റേജ് 2 കാര്യങ്ങൾ പറയാം. നോക്കണം, RRB ALP CBT 1 വരുന്ന എക്സാം പാറ്റേൺ നോക്കാം. മാത്തമാറ്റിക്സ് 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 20 മാർക്ക്. ജനറൽ ഇന്റലിജൻസ് റീസണിങ് 25 ചോദ്യങ്ങൾ ഉണ്ടാവും, 20 മാർക്ക്. അങ്ങനെ ജനറൽ സയൻസിന് 20 ചോദ്യങ്ങൾ ഉണ്ടാവും, 20 മാർക്ക്. അതേപോലെ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകിച്ച് റെയിൽവേ റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിലേക്ക് നോക്കുക. 10 മാർക്ക് ഉണ്ടാവും, 10 ചോദ്യങ്ങൾ. അപ്പോ 75 മാർക്ക് ടോട്ടൽ കിട്ടണം. അങ്ങനെ 60 മിനിറ്റ് ടൈമും ഉണ്ടാവും. ഓക്കെ, ഇനി നേരെ നമുക്ക് സിലബസിലേക്ക് പോവാം. സിലബസ് നോക്കിയടാ, 10ാം ക്ലാസ് ബേസ് ചെയ്തുള്ള എക്സാംസ് ആണ് ഇത് നടത്തുന്നത്. അപ്പൊ 10ാം ക്ലാസ് ബേസ് ചെയ്തുള്ള സിലബസ് ആണ് ഇവിടെ ഉള്ളത്. മാത്സ് നോക്കാം, നമ്പർ സിസ്റ്റം, കോഡ് മാസ്, ഡെസിമൽസ്, ഫ്രാക്ഷൻസ്, LCM ആൻഡ് HCF, അതുപോലെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പെർസെന്റേജസ്, മെൻസുറേഷൻ, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അൽജിബ്ര, ജോമെട്രി ആൻഡ് ട്രിഗ്നോമെട്രി, എലമെന്റ് സ്റ്റാറ്റിക്സ്, അതുപോലെ തന്നെ സ്ക്വയർ റൂട്ട്, ഏജ് കാൽക്കുലേഷൻ, കലണ്ടർ ആൻഡ് ക്ലോക്ക്, പൈപ്സ് ആൻഡ് സിസ്റ്റംസ്. പിന്നെ മെന്റൽ എബിലിറ്റി ആൻഡ് റീസൺസിലെ റീസണിംഗ് സിലബസ് വരുന്നത് അനലോഗി, ആൽഫബറ്റിക്കൽ ആൻഡ് നമ്പർ സീരീസ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, റിലേഷൻഷിപ്പ്, സിലോഗിസം, ജംബ്ലിംഗ്, വെൻ ഡയഗ്രാം, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് സഫിഷ്യൻസി, കൺക്ലൂഷൻ ആൻഡ് ഡെസിമൽ മേക്കിംഗ്, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, അനലിറ്റിക് റീസണിംഗ്, ക്ലാസിഫിക്കേഷൻ, ഡയറക്ഷൻസ്, സ്റ്റേറ്റ്മെന്റ് ആൻഡ് അസംഷൻസ്. ഓക്കെ, ഇനി ജനറൽ സയൻസ് ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ്, ബയോളജിയിൽ ലൈഫ് സയൻസ് ഏരിയകളാണ് വരിക. പ്രത്യേകിച്ച് ഹ്യൂമൻ സൈക്കോളജി, ഹ്യൂമൻ ഫിസിയോളജി, അതുപോലെ തന്നെ ഹ്യൂമൻ ഓർഗൻസ്, അതുപോലെ തന്നെ കുറെ ഡിസീസസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് വരിക. കെമിസ്ട്രി, ഫിസിക്സിലെ ഡെയിലി ലൈഫിലെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരിക എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇതൊക്കെ 10ാം ക്ലാസ് ബേസ് ചെയ്തുള്ള എക്സാംസ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് അറിയാം, ഒന്നും മര്യാദയ്ക്ക് ഇത് പഠിച്ചാൽ കിട്ടുന്ന സിലബസ് ഉള്ളൂ. പിന്നെ നമ്മൾ പറയുന്ന ആർമി നേവിക്കൊക്കെ നമ്മൾ കഴിഞ്ഞ 18 വയസ്സ് പിള്ളേർ എന്തായാലും ഇതിന് പോയിട്ട് അപ്ലൈ ചെയ്ത് നോക്കുക, ഡിപ്ലോമ ഉള്ള പിള്ളേരാണെങ്കിൽ കേട്ടോ. കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യമാണ്, നിങ്ങൾ ഈ ഓൾമോസ്റ്റ് സിലബസ് മുഴുവൻ നമ്മളെ യൂട്യൂബ് ചാനലിൽ തന്നെ ഇതിന്റെ കുറെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഒന്ന് പഠിച്ചാൽ കിട്ടുന്നുള്ളൂ. ഇനി ജനറൽ അവയർനെസിന്റെ സിലബസ് ഒന്നും കൂടി നോക്കിക്കോ. അത് കറണ്ട് അഫയേഴ്സ്, നാഷണൽ ഇവന്റ്സ്, റെയിൽവേ അപ്ഡേറ്റ്സ്, ലേറ്റസ്റ്റ് അവാർഡ്സ്, സ്പോർട്സ് ന്യൂസ്. മെയ് 2025 വരെയുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുക, ഈ 2025 വരെ ഒന്നുമില്ല, ഒരു ഏപ്രിലിന് മുമ്പായിട്ടുള്ള കാര്യങ്ങൾ വരെ നിങ്ങൾ പ്രോപ്പറായിട്ട് നോക്കിയിട്ടുണ്ടാവണം. സയൻസ് ഓഫ് ടെക്നോളജി ഡെവലപ്മെന്റ്സ്, പൊളൈറ്റ്, എക്കണോമി, ഇന്ത്യൻ എക്കണോമിയുടെ കാര്യങ്ങൾ അവിടെ നോക്കുക. അതുപോലെ അവാർഡ് ആൻഡ് ഓണേഴ്സ് നോക്കുക. ആർട്ട് ആൻഡ് കൾച്ചർ, സ്പോർട്സ്, ജനറൽ ആൻഡ് കറണ്ട്, സ്റ്റാറ്റിക് ജനറൽ നോളജ്, GK, അതുപോലെ ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റീസ്, അതർ റെലവെന്റ് ടോപ്പിക്സോ ഇമ്പോർട്ടൻസ് ഒക്കെ നോക്കുക കേട്ടോ. ഇനിയാണ് ഈ RRBയുടെ ഇവിടെ ഈ മാർക്കാണ് നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത് കേട്ടോ. അതായത് RRBയുടെ CBT 2 സിലബസും കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ വെക്കാം. നോക്കണം, ദർ ഇസ് എ നെഗറ്റീവ് മാർക്കിംഗ്, 1/3 ഓഫ് നെഗറ്റീവ് മാർക്കിംഗ് ഇവിടെ ഉണ്ടാവും. ഈച്ച് ഇൻകറക്റ്റ് ആൻസർ. ഇൻ ദ ടോട്ടൽ 175 ക്വസ്റ്റ്യൻസ്, 100 ഇൻ പേപ്പർ 1, 75 ഇൻ പേപ്പർ 2. അതായത് ആദ്യത്തേൽ നിങ്ങൾ 100 മാർക്കും സ്കോർ ചെയ്യണം, പേപ്പർ 2 നിങ്ങൾ 75 മാർക്കും സ്കോർ ചെയ്യണം. ദ ഡ്യൂറേഷൻ ഓഫ് ദ പേപ്പർ 1 90 മിനിറ്റ്സ് ആണ്, പേപ്പർ 2 60 മിനിറ്റ് ആണ്. ഇൻ പാർട്ട് എ മിനിമം പാസ് പെർസെന്റേജ് എന്ന് പറയുന്നത്, എലിജിബിലിറ്റി എന്ന് പറയുന്നത് അൺറിസർവ്ഡ് EWS 40%, NCL 30%, SC/STക്കും എത്രയായിരിക്കും 25%. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ. പാർട്ട് ബിക്ക് നിങ്ങൾക്ക് പാസിംഗ് പെർസെന്റേജ് വരുന്നത് 35% കേട്ടോ. ഇനി ഓൺലി ദ മാർക്ക് പാർട്ട് എ ഷാൾ ബി കൗണ്ടഡ് ഷോർട്ട് ലിസ്റ്റിംഗ് ഓഫ് കാൻഡിഡേറ്റ്സ് ഫോർ CBI 2. അതായത് പാർട്ട് എന്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാർട്ട് 2ലേക്കുള്ള ഒരു ഇതാണ്. ഇനി നോക്കിക്കോ, പേപ്പറുകൾ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പേപ്പർ 1 മാത്തമാറ്റിക്സ്, അതുപോലെ തന്നെ റീസണിങ്, ഇന്റലിജൻസ്, അതുപോലെ തന്നെ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് അല്ലെ. 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 100 മാർക്കാണ്, 90 മിനിറ്റ് ടൈമും ഉണ്ടാവും. ഇനി പേപ്പർ 2 നോക്കണം, റെലവെന്റ് ട്രേഡ് മാർക്ക്. അതായത് നേരത്തെ നടന്ന CBT 1ന്റെ കാര്യമാണ് പറഞ്ഞത്, ഇവിടെ CBT 2 ആണ് കേട്ടോ. എന്റെ ഡിഫറെന്റ് ആണ് കേട്ടോ. നോക്കണം, ഇവിടെ പാർട്ട് ബിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, 35% എങ്കിലും ഉണ്ടാവണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഓവറോൾ ടോട്ടൽ 175 മാർക്കിനാണ് ഉണ്ടാവുക. ഓക്കെ, പേപ്പർ 2 റെലവെന്റ് ട്രേഡിന് 75 ഇതുണ്ടാവും. അതുപോലെ ഓവറോൾ ടോട്ടൽ അപ്പം 175 വരിക. അതും കൂടി ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇവിടെ 60 മിനിറ്റ് ആണ് നിങ്ങൾക്ക് ടൈം ഉണ്ടാവുക. മൊത്തം നിങ്ങൾക്ക് അങ്ങനെ 120 മിനിറ്റ് 150 മിനിറ്റും ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് അതിന്റെ CBT 2ന്റെ സിലബസ് നോക്കാം. പാർട്ട് എ ഇൻക്ലൂഡ്സ് 4 സബ്ജക്ട്. പാർട്ട് എയിൽ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഇവിടെ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഉണ്ടാവും. ജനറൽ അവയർനെസ് ഇഫ് അപ്ലിക്കബിൾ, ലേറ്റസ്റ്റ് നോട്ടീസ്. ഓക്കെ, ജനറൽ അവയർനെസ് ഉണ്ടാവും. അത് ഈ ലേറ്റസ്റ്റ് നോട്ടീസ് പ്രകാരമാണ് ജനറൽ അവയർസിന് എടുത്തിട്ടത് കേട്ടോ. കഴിഞ്ഞ വർഷം ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്.
ഇനി പാർട്ട് ബി കൺസിസ്റ്റ് ഓഫ് ട്രേഡ് സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ കാൻഡിഡേറ്റ്സ് ചൂസ് ആൻഡ് ട്രേഡ്. അത് പാർട്ട് ബിയിൽ നിങ്ങൾ ചൂസ് ചെയ്ത ട്രേഡ് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് എന്തുണ്ടാവുക, ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇലക്ട്രിക്കൽ ട്രേഡ് ആണെങ്കിൽ നോക്കണം, നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഇന്ത്യ, അതുപോലെ കേബിൾസ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ്, അതുപോലെ തന്നെ 3 phase ആൻഡ് സിംഗിൾ phase മോട്ടോഴ്സ്, ലൈറ്റ് ആൻഡ് മാഗ്നറ്റിസം, ബേസിക് ഇലക്ട്രിക്കൽ സിസ്റ്റംസ്, സ്വിച്ചസ് ആൻഡ് പ്ലഗ് കണക്ഷൻസ്. ഇനി മെക്കാനിക്കൽ ട്രേഡ് ആണെങ്കിൽ നോക്കണം, ഡയമെൻഷൻസ് ആൻഡ് ഹീറ്റ് എഞ്ചിൻസ്, ടർബോ മെഷീനറി, കൈനറ്റിക് തിയറി, അതുപോലെ തന്നെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, പ്രൊഡക്ഷൻ ഓഫ് ഓട്ടോമേഷൻ, എഞ്ചിനീയറിംഗ്, മെറ്റലർജി ആൻഡ് മെറ്റൽ ഹാൻഡ്ലിംഗ്, അതുപോലെ തന്നെ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്, ഇനി അതുപോലെ എനർജി, മെറ്റീരിയൽസ് ആൻഡ് കൺവേർഷൻ, ഇനി മാനേജ്മെന്റ് അപ്ലൈഡ് മെക്കാനിക്സ്. ഇത്രയാണ് അവിടെ മെക്കാനിക്കൽ ട്രേഡിംഗിന് ഉണ്ടാവുക. ഇനി ഓട്ടോമൊബൈൽ ട്രേഡ് ആണെങ്കിൽ ഉണ്ടാവാൻ പോകുന്നത് മെഷീൻ ഡിസൈൻ ആൻഡ് സിസ്റ്റം തിയറി, IC എഞ്ചിൻസ്, അതുപോലെ തെർമോഡൈനാമിക്സ്, ഹീറ്റ് ട്രാൻസ്ഫർ, പവർ പ്ലാന്റ്, ടർബൈൻസ് ആൻഡ് ബോയിലേഴ്സ്. ഇനി അതായത് പവർ പ്ലാന്റിലെ ടർബൈൻസും ബോയിലേഴ്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. മെറ്റീരിയൽ ഇൻ മോഷൻ, അതുപോലെ മെറ്റലർജിക്കൽ പ്രൊഡക്ഷൻ ആൻഡ് ടെക്നോളജി. ഇനി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ട്രേഡ് നിങ്ങൾ വെച്ചാൽ ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് ഡയോഡ്സിനെ പറ്റി നിങ്ങൾക്ക് ധാരണ ഉണ്ടാവണം. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിനെ പറ്റി ധാരണ ഉണ്ടാവണം. നെറ്റ്വർക്കിംഗ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സിനെ പറ്റി ധാരണ ഉണ്ടാവണം. ഇലക്ട്രോണിക്സ്, ട്യൂബ്, സെമി കണ്ടക്ടേഴ്സ്, ഫിസിക്സിൽ ബേസിക്സ് ആയിട്ട് പഠിച്ച കാര്യങ്ങൾ അതൊക്കെ ഓർമ്മ ഉണ്ടാവണം. റോബോട്ടിക് ആൻഡ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ, സാറ്റലൈറ്റ് ടെക്നോളജി, കമ്പ്യൂട്ടർ ആൻഡ് മൈക്രോ പ്രോസസ്സേഴ്സ്. ഇത്രയും കാര്യങ്ങൾ ഈ ട്രേഡുകളിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം കേട്ടോ. ഇനി അടുത്ത് നോക്കണം, പാർട്ട് എയിൽ വരുന്ന മാത്തമാറ്റിക്സ് സിലബസുകൾ ഞാൻ പറഞ്ഞുതരാം. CBT 1 അല്ല, CBT 2 ആണ് പറയുന്നത് കേട്ടോ. അവിടെ വന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ബോർഡ് മാസ്, ഡെസിമൽസ്, ഫ്രാക്ഷൻസ്, LCM, HCF, പ്രൊപ്പോർഷൻ, പെർസെന്റേജ്, മെൻസുറേഷൻ, ടൈം ആൻഡ് വർക്ക്, ഡിസ്റ്റൻസ്, SI ആൻഡ് CA, അതുപോലെ തന്നെ ലോസ്, അൽജിബ്ര, ജിയോമെട്രി, ട്രിഗ്നോമെട്രി, സ്റ്റാറ്റിക്സ്, സ്ക്വയർ റൂട്ട്, ഏജ്, കലണ്ടർ, ക്ലോക്ക്, പൈപ്പ് സിസ്റ്റം, എക്സ്ട്രാ. ഇനി ജനറൽ ഇന്റലിജൻസ് ആണ് അനലോഗീസ്, സീരീസ്, കോഡിംഗ്, ഡീകോഡിംഗ്, മാത്ത് ഓപ്പറേഷൻസ്, റിലേഷൻഷിപ്പ്, സിലോഗിസം, ജംബ്ലിംഗ്, വെൻ ഡയഗ്രാം, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, ഡിസിഷൻ മേക്കിംഗ്, അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ, ഡയറക്ഷൻസ്, സ്റ്റേറ്റ്മെന്റ് അസംപ്ഷൻസ് ഒക്കെ. ഓക്കെ. ഇനി ബേസിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ് നോക്കാം. എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ബേസിക്സ്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, അതുപോലെ തന്നെ മാസ് ആൻഡ് ഡെൻസിറ്റി, വർക്ക് എനർജി, സ്പീഡ്, ഹീറ്റ്, ടെമ്പറേച്ചർ, ഇലക്ട്രിസിറ്റി, സിമ്പിൾ മെഷീൻസ്, സേഫ്റ്റി ആൻഡ് ഹെൽത്ത്, എൻവയോൺമെന്റ്, IT ലിറ്ററസി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ വരും. ഇനി നേരെ എന്താണ് സൈക്കോ, തേർഡ് ടെസ്റ്റ് സൈക്കോ ടെസ്റ്റ് നോക്കാം. അതായത് CBAT, കമ്പ്യൂട്ടർ നിങ്ങളുടെ ബേസിക്സ് എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. ഓക്കെ. ALP സൈക്കോ ടെസ്റ്റ് എന്ന്, സൈക്കോമെട്രിക് അനാലിസിസ് എന്ന് പറയും. പേർപ്പസസ് നോക്കണം, ടെസ്റ്റ് മെന്റൽ എബിലിറ്റി, സൈക്കോമെട്രിക് സ്കിൽസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ട്രെയിന് പോകുന്ന സമയത്ത് പാളം തെറ്റിക്കിടക്കുകയൊക്കെ ആണെങ്കിൽ, അതേപോലെ നിങ്ങൾ ചില സമയത്ത് നിങ്ങൾ സഡൻ ഡിസിഷൻ എടുക്കേണ്ടി വരും. ഒരാൾ മുന്നിൽ ചാടി ഒന്നും ചെയ്യാനില്ല, കാരണം ഇത് ട്രെയിനാണ്, നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റൂല. പക്ഷേ ചില സമയത്ത് ക്രൂഷ്യൽ മൊമെന്റ്സിലൊക്കെ നിങ്ങൾ ഡിസിഷൻ എടുക്കേണ്ട സിറ്റുവേഷൻ ഒക്കെ വരും. അപ്പോൾ അവിടെ നിങ്ങളുടെ മെന്റൽ എബിലിറ്റിയും ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ഒക്കെ ടെസ്റ്റ് ചെയ്യും. ക്വാളിഫയിങ് ഓൺലി, ഇവിടെ നെഗറ്റീവ് മാർക്കില്ല, നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. മിനിമം 42 മാർക്ക് കിട്ടിയാൽ നിങ്ങൾ ഇതിൽ പാസ്സാവും. ഫോർമാറ്റ് 5 സ്പെസിഫിക് ടെസ്റ്റ് ഉണ്ടാവും, ഈച്ച് വിത്ത് എ സെപ്പറേറ്റ് ടൈം ലിമിറ്റ്. അതായത് ഓരോ സാധനം നിങ്ങൾക്ക് എന്തുണ്ടാവും, നിങ്ങൾക്ക് ഓരോ ടൈം ലിമിറ്റിലാവും, ഓരോന്നിനും ഓരോ ടൈം ലിമിറ്റ് ആവും. 5 ടെസ്റ്റുകളും ഉണ്ടാവും. ആദ്യം മെമ്മറി ടെസ്റ്റ് ആണ്. റീകാൾ ഡീറ്റെയിൽസ് ഫ്രം വിഷ്വൽ ഡാറ്റ, മാപ്പ് സ്ട്രക്ചേഴ്സ്, നിങ്ങൾ കണ്ട വിഷ്വൽ ഡാറ്റ എന്നുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കാനുള്ള, അതായത് നമുക്ക് അറിയാം ട്രെയിനിന് ഓരോ റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ മാപ്സിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ മാപ്പ് മെമ്മറൈസ് ചെയ്ത് റീകോൾ ചെയ്യാൻ പറ്റുമെന്ന് അവിടെ നോക്കും. പിന്നെ മാച്ച് ഐഡന്റിക്കൽ ഫിഗേഴ്സ് ക്വിക്ലി, അത് നമ്മൾ റീസണിംഗിൽ സിമിലർ മിറർ ഇമേജസ് കണ്ടില്ലേ, അതുപോലെ ഐഡന്റിക്കൽ ആയിട്ടുള്ള ഒരേ ഇമേജസിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ അവിടെ നോക്കും. പിന്നെ മെമ്മറൈസ് ആൻഡ് ലൊക്കേറ്റ് റെയിൽവേ സ്റ്റേഷൻസ് ഓൺ മാപ്പ്, അതായത് നിങ്ങൾ മെമ്മറൈസ് ചെയ്ത് അത് ലൊക്കേറ്റ് ചെയ്യാം. റെയിൽവേ സ്റ്റേഷൻസിലെ മാപ്പിലുള്ള റെയിൽവേ സ്റ്റേഷൻസ് ഒക്കെ പെട്ടെന്ന് പറ്റുന്നുള്ള ടെസ്റ്റുകളാണ് നിങ്ങൾ മെമ്മറി ടെസ്റ്റ് എടുക്കുക. ഫോളോവിംഗ് ഡയറക്ഷൻ ടെസ്റ്റ്, ഇന്റർപ്രിറ്റ് ആൻഡ് അപ്ലൈ ഇൻസ്ട്രക്ഷൻ ടു ലെറ്റർ ഓർ നമ്പർ പാറ്റേൺസ്, അതുപോലെ തന്നെ ഡിറ്റർമിൻ ചേഞ്ചസ് ഇൻ സീക്വൻസ് ഓർ പൊസിഷൻസ് ബേസ്ഡ് ഓൺ ദ ഗിവൺ ഡയറക്ഷൻസ്. അതായത് നിങ്ങൾ തന്നിരിക്കുന്ന മാപ്പിലെ ലൊക്കേഷൻസ് ഒക്കെ മാറ്റി തരിക, അതുപോലെ തന്നെ തന്നിരിക്കുന്ന നമ്പേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്ത് തരിക, ഡയറക്ഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്ത് തരിക. അങ്ങനത്തെ ഇതൊക്കെയാണ് ഡയറക്ഷൻ ടെസ്റ്റുകളിൽ ഉണ്ടാവുക. ഇനി ഡെപ്ത് പെർസെപ്ഷൻ ടെസ്റ്റ് ഉണ്ടാവും. ജഡ്ജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്ട്, അതുപോലെ തന്നെ കൗണ്ട് ബ്രിക്സ് ബ്ലോക്സ് ദാറ്റ് ആർ ടച്ചിങ് ഓർ ഫുള്ളി ഹിഡൻ ഇൻ എ പൈൽ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഡിസ്റ്റൻസിന്റെ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. പിന്നെ പവർ ഒബ്സർവേഷൻ ടെസ്റ്റ് ഉണ്ടാവും. കമ്പയർ നമ്പേഴ്സ് ക്വിക്ലി അണ്ടർ ടൈം പ്രഷർ, ഐഡന്റിഫൈ ഗ്രൂപ്പ്സ് കണ്ടെയ്നിങ് സ്പെസിഫിക് ഡിജിറ്റ്. പിന്നെ പെർസെപ്ച്വൽ സ്പീഡ് ടെസ്റ്റ് ഉണ്ടാവും. റാപ്പിഡ്ലി ഐഡന്റിഫൈങ് ആൻഡ് മാച്ചിങ് ഫിഗേഴ്സ്, സെലക്ട് ദ ഫിഗർ ഐഡന്റിക്കൽ, നോ വൺ ഷോവിങ് ഓൺ ദ ലെഫ്റ്റ്. അതായത് നിങ്ങൾക്ക് ഫിഗേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനോ അങ്ങനെ ഒബ്സർവേഷൻ, നിങ്ങൾ ഒബ്സർവേഷന്റെ എത്രത്തോളം ഉണ്ട് കാര്യങ്ങളൊക്കെ അറിയുന്ന എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് അവിടെ ഉണ്ടാവുക. ഇനി ഇവിടെ നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ഉള്ള കാര്യങ്ങൾ നോക്കാം. സൈക്കോമെട്രിക് ടെസ്റ്റിന്റെ ഡീറ്റെയിൽ നോക്കാം. ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് നോക്കണം. അതായത് CBAT മാർക്കുകൾ നോക്കണം. ഈച്ച് ഓഫ് 5 ടെസ്റ്റ് ദാറ്റ് ഈസ് സ്കോർഡ് ഇൻഡിവിജ്വലി, ഓരോന്നിനും ഓരോ മാർക്കാണ്.
100-ൽ 42 മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോന്നിനും ക്യാരി വാങ്ങിയിട്ടുണ്ടാവണം. അങ്ങനെ ടോട്ടൽ 500-ലാണ് ഉണ്ടാവുക കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് നോക്കുന്നത് എന്ന് പറയുന്നത് ഓരോന്നിനും നിങ്ങൾ ഇൻഡിവിജ്വലി പാസ്സായിട്ടുണ്ടാവണം. മൊത്തത്തിൽ 500-ൽ എന്നല്ല, 100-ൽ 42 മാർക്ക് എന്ത് ചെയ്യണം, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഓരോന്നിലും സ്കോർ ചെയ്യണം. ടോട്ടൽ ഓഫ് 500-ലാണ്. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 500-ൽ ടോട്ടൽ തരില്ല, 100-ലാണ് തരാന്ന് ഞാൻ വീണ്ടും പറയാം. അതായത് 100-ലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, 42 മാർക്ക് കിട്ടേണ്ടത് കേട്ടോ. ഇനി നോക്കടാ, ഓൺലി ക്വാളിഫയിങ് സ്റ്റാറ്റസ് പാസ് ഓർ ഫെയിൽ ടെസ്റ്റ് മാറ്റേഴ്സ്. അത് നിങ്ങൾ ജസ്റ്റ് പാസ്സായാൽ മാത്രം മതി. ഫൈനൽ മെറിറ്റ് കാൽക്കുലേഷൻ വരുന്ന എങ്ങനെയാ ചെയ്യാം, ALP പോസ്റ്റ് CBT A-ന്റെ 70%, അതുപോലെ CBT-CBAT-ന്റെ 30% നമ്മൾ നോക്കുക. ഓക്കെ, അങ്ങനെ മൊത്തം പെർസെന്റേജ് ഔട്ട് ഓഫ് 100-ൽ 30% വെയിറ്റേജ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾ പാസ്സാണെന്നാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. കൺക്ലൂഷൻ ജസ്റ്റ് നോക്കിയടാ. അതായത് ക്വാളിഫയിങ് ഇൻ നാച്ചുറൽ സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ അതൊരു CBT 2-ലേക്കുള്ള സ്ക്രീനിങ് ടെസ്റ്റ് ആണ് സ്റ്റേജ് 1-ൽ നടക്കുക. സ്റ്റേജ് 2-ല് പാർട്ട് A 100 മാർക്കാണ്, മെറിറ്റ് ബേസ്ഡ് ആണ് അവിടെ ഉണ്ടാവുക. ഓക്കെ, അങ്ങനെ OBCക്ക് അൺറിസർവ്ഡ് 40%, നമ്മൾ പറഞ്ഞ 30% ആയിട്ട് കിട്ടി പാസ്സാണ്. പാർട്ട് B-ല് ട്രേഡ് ടെസ്റ്റ് ഉണ്ടാവും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, 30%, 35% അവിടെ സ്കോർ ചെയ്യണം കേട്ടോ. ഓക്കെ, അവിടെ റിലാക്സേഷൻ കാറ്റഗറിക്ക് ഏത് ഏജ് ആണോ അങ്ങനെ ഒരു കാറ്റഗറി ഒരു ഇതുമില്ല. അവിടെ 35% കിട്ടി നിങ്ങൾ പാസ്സായിട്ടുണ്ടാവണം. സ്റ്റേജ് 3-ല് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് എന്തുണ്ടാവണം, ഓരോന്നിനും 42 മാർക്ക് കിട്ടി നിങ്ങൾ പാസ്സായിട്ടുണ്ട്. ഇൻഡിവിജ്വലി നിങ്ങൾ ഓരോന്നിനും പാസ്സായിട്ടുണ്ടാവണം. അങ്ങനെ ഫൈനൽ കാൽക്കുലേഷനിൽ CBT 2 പാർട്ട് A-ന്റെ ഇതിന്റെ 70%, CBAT-ന്റെ 30% നോർമലൈസ്ഡ് സ്കോറും, അതായത് മൊത്തത്തിൽ ഓവറോൾ 30% ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. 500 അല്ലെങ്കിൽ ഔട്ട് ഓഫ് 100-ലാണ് കാൽക്കുലേറ്റ് ചെയ്യാം. അതും നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ മെറിറ്റ് ലിസ്റ്റിൽ വരും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് പറയാനുള്ളത്, RRB-നെ കുറിച്ച് പറയാനുള്ളത്. വീണ്ടും പറയാം, കോഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ടില്ല. നെക്സ്റ്റ് വീഡിയോ നമ്മൾ കോഴ്സിന് തന്നെ വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ഇതൊരു ഓവറോൾ കുറേ പേർക്ക് അറിയില്ല എന്താണ് RRB, എന്തൊക്കെയാണ് സിലബസ്. അപ്പൊ ഞാൻ ഓടിച്ച് ഇപ്പൊ തന്നെ 25-30 മിനിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാം ഞാൻ ഓരോന്നും ടൈം എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലെങ്ത് ആവും. അതുകൊണ്ടാണ് ഞാൻ ഓടിച്ച് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്ന് കേൾക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. ഓക്കെ, അപ്പൊ കോഴ്സിന്റെ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഓൾ, അതായത് phase 1 മാത്രമല്ല, phase 1, 2 എല്ലാം നിങ്ങൾക്ക് പാസ്സാക്കി തരുന്ന, അതായത് phase 1 പാസ്സായ കുട്ടികൾക്ക് phase 2 പഠിക്കാൻ വേണ്ടി വേറെ എവിടെയും പോകേണ്ടി വരില്ല, നമ്മളെ തന്നെ പഠിക്കാവുന്നതാണ്. അപ്പൊ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, നാളെ നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിന് ലിങ്ക് ഉണ്ട്, അതേപോലെ വാട്സ്ആപ്പ് നമ്പർ ഉണ്ട്, അതിലേക്ക് മെസ്സേജ് അയക്കുക. RRB-യുടെ ഗ്രൂപ്പിലേക്ക് ഞങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.